ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ജയസൂര്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമർ ആയിരുന്നല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല നമ്മൾ ടെൻസസ് ആരംഭിക്കുകയും ചെയ്തു. ടെൻസസിൽ 5 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെ, നെഗറ്റീവ് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇവയും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൈനിങ് നമുക്ക് 7 എണ്ണം കൂടി ഉണ്ട്. 7 എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് ടെൻസസിൻ്റെ ടെൻഷൻ അതോടുകൂടി അവസാനിപ്പിക്കാം. ടെൻസസിൻ്റെ മാത്രമല്ല ഇംഗ്ലീഷ് ഗ്രാമറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദനകൾ ഇതോടുകൂടി അവസാനിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ടെൻസസ് എന്ന് പറയുന്ന ബേസ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ടഫ് പോർഷനും നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6ാമത്തെ ടെൻസിലേക്ക് ഇന്ന് കടക്കാം. നമ്മൾ 5 എണ്ണമാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസും അതേപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസും ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചറിൽ കണ്ടിന്യൂവേഷൻ ആയിട്ട്, അതായത് ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണ്, നാളെ 5 മണിക്ക് നീ എന്ത് ചെയ്യുകയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാണ്, നാളെ 5 മണിക്ക് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അതായത് നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നേ ഉള്ളൂ. നാളെയാണ് സംഭവിക്കാൻ പോകുന്നത്. നാളെ തുടർച്ചയായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. നാളെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നാളെ ഒരു 10 മണി 11 മണിക്ക് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ബോംബെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഫ്യൂച്ചറിൽ കണ്ടിന്യൂവേഷൻ, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. എന്താണ് സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം? സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഞാനിത് ചെയ്യും, ഞാൻ നാളെ പാട്ട് പാടും, ഓക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചറാണ്. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസും സിമ്പിൾ ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ഫ്യൂച്ചർ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനി ഒരു സെൻറ്റൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തറോ ആയി കഴിഞ്ഞു. കാരണം 5 ടെൻസസ് നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് എന്തൊക്കെ വേണം ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യണമെങ്കിൽ? ആദ്യം നമുക്കൊരു സബ്ജക്റ്റ് വേണം. എല്ലായ്പ്പോഴും പോലെ ആദ്യം നമുക്കൊരു സബ്ജക്റ്റ് വേണം. ഒരു സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റിന് ശേഷം എന്ത് വേണം? ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഓക്സിലറി വേർബുകളും അതിൻ്റെ കൂടെ ഒരു വെർബും ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം, ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചറിൽ നമുക്കറിയാം വില്ലും ഷാലും ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലും ഓക്സിലറി വേർബായിട്ട് എന്ത് വരുന്നുണ്ട്? വില്ല് അല്ലെങ്കിൽ ഷാൽ വരും. വില്ല് അല്ലെങ്കിൽ ഷാലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുന്നത്. എന്നിട്ട് അതിന് കൂടെ ഒരു വ്യത്യാസമുള്ളത്, അതിൻ്റെ കൂടെ നമ്മൾ ബി എന്ന് കൂടി എഴുതണം. എന്താ എഴുതേണ്ടത്? ബി എന്ന് എഴുതണം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബിൻ്റെ ING. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. വളരെ എളുപ്പമാണ്. സബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുക, അതിനുശേഷം ബി എന്ന് എഴുതുക, അതിനുശേഷം വെർബ് അതിൻ്റെ ING ഫോമിൽ എഴുതുക. എന്തായിരുന്നു ING ഫോം എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. വേണമെങ്കിൽ നമുക്ക് V4 എന്ന് എളുപ്പത്തിന് വിളിക്കാം. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പേര്? ഇതിൻ്റെ യഥാർത്ഥ പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഇതിൻ്റെ യഥാർത്ഥ പേരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ING ഫോം എന്ന് നമ്മൾ എളുപ്പത്തിന് പറയുന്നതാണ്. ചിലർ V4 എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ING ഫോം എന്ന് പറയുമ്പോഴും ഒരു ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ കൃത്യമായി ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിൻ്റെ യഥാർത്ഥ പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. മറക്കരുത്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. V3 വെർബിൻ്റെ 3ാമത്തെ ഫോമിന് എന്തായിരുന്നു വിളിക്കൽ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നായിരുന്നു അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3 പാസ്റ്റ് പാർട്ടിസിപ്പിളും V4 പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ആണ്. ഓർത്ത് വെക്കണ യഥാർത്ഥ പേരുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഞാനിതൊന്ന് മായ്ക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്ക് വരാം. ഞാൻ സ്ട്രക്ചർ എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതാക്കി ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. ആദ്യം ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ ഒരു വില്ല് വേണം, ഒരു ഷാല് വേണം, പ്ലസ് ബി പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇത് നോക്കിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എഴുതാൻ പോകുന്ന സെൻറ്റൻസ് മലയാളത്തിൽ ഇങ്ങനെയാണ്.
രാജു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രാജു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറാണ്, കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എഴുതാൻ പോകുന്നത് സബ്ജക്റ്റ് എഴുതാം. രാജു, രാജു സബ്ജക്റ്റ് ആയോ? സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ രാജു എന്ന് എഴുതി. അതിനുശേഷം നമുക്ക് വിൽ എഴുതണം അല്ലേ? രാജു വിൽ ബി, രാജു വിൽ ബി, വിൽ എഴുതി, അതിനുശേഷം ബി എഴുതി. രാജു വിൽ ബി പ്ലേയിങ്, രാജു വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്, രാജു വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ എന്നൊക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫ്യൂച്ചർ ആയാൽ മതി. ഓക്കെ, രാജു വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ രാജു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, രാജു ആണ് സബ്ജക്റ്റ്, നമ്മൾ വിൽ എഴുതിയിട്ടുണ്ട്, ഓക്സിലറി വെർബ് അതിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ട്, ബി ഒരു ഓക്സിലറി കൂടെ ഉണ്ട്. അതിനുശേഷം എന്താണ്? പ്ലേയിങ് ആണ് നമ്മുടെ വെർബ്, വെർബ് നമ്മൾ ING ഫോമിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് ബി പ്ലസ് വെർബിൻ്റെ ING ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് കിട്ടി. എളുപ്പമല്ലേ? ഒരു എക്സാമ്പിളോട് ചെയ്ത് നോക്കാം. ഹി വിൽ ബി ഗോയിങ് ടു മുംബൈ, ഹി വിൽ ബി ഗോയിങ് ടു മുംബൈ, അവൻ മുംബൈക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹി വിൽ ബി ഗോയിങ് ടു മുംബൈ. ഐ വിൽ ബി studying, I will be studying English. I will be studying English then. ഞാൻ എന്തായിരിക്കും? ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസിന് എക്സാമ്പിളാണ്. സ്ട്രക്ചർ നോക്കുക, എഴുതുക. അപ്പോൾ സ്ട്രക്ചർ ഒന്നുകൂടി ഓർത്ത് വെച്ചോളൂ. ആദ്യം ഒരു സബ്ജക്റ്റ് വേണം, പിന്നെ വില്ല്, ഷാല് പ്ലസ് ബി പ്ലസ് വെർബിൻ്റെ ING ഫോം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഒരു സെൻറ്റൻസ് തയ്യാറാക്കാം. ഞാൻ കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതി തരാം. ഓക്കെ, സോ ഒരു 4 എക്സാമ്പിളോട് എഴുതിയിട്ടുണ്ട്. ദേ വിൽ ബി റൈറ്റിംഗ് ദെയർ എക്സാം, അവർ അവരുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദേ വിൽ ബി റൈറ്റിംഗ് ദെയർ എക്സാം. ഷീ വിൽ ബി കമ്മിങ് ഫ്രം മദ്രാസ്, അവർ മദ്രാസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ ഷാൽ ബി ഹോൾഡിംഗ് എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. വി ഷാൽ ബി ഹോൾഡിംഗ് എ മീറ്റിംഗ്. ഐ വിൽ ബി ഈറ്റിംഗ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇതെല്ലാം എന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പഠിച്ചല്ലോ, അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതിനെ നമുക്കിനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാക്കാനും അതേപോലെ തന്നെ ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നും നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഈ സെൻറ്റൻസ് എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റത്തെ സെൻറ്റൻസ് ഞാൻ എടുക്കുക. ദേ വിൽ ബി റൈറ്റിംഗ് ദെയർ എക്സാം. ഓക്കെ, നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, ബി ഉണ്ട്, റൈറ്റിംഗ് ദെയർ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താണ്? നെഗറ്റീവ്. നെഗറ്റീവ് നമ്മൾ ഓൾറെഡി 5 ടെൻസിൻ്റെ നെഗറ്റീവുകൾ ഉണ്ടാക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു നെഗറ്റീവ് ഉണ്ടാക്കുക? ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായി. ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ എന്തായി? നെഗറ്റീവായി. അപ്പോൾ ദേ വിൽ ബി റൈറ്റിംഗ് ദെയർ എക്സാമിനേഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഓക്സിലറി വേർബ് കണ്ടെത്തണം, അതിൻ്റെ കൂടെ നോട്ട് എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നോക്കിക്കോ, ദേ വിൽ ബി റൈറ്റിംഗ് ദെയർ എക്സാമിനേഷൻ. ഓക്സിലറി വേർബ് ഏതാണ്? സംശയമൊന്നുമില്ല, ദാ അവിടെ ഒരു മോഡൽ ഓക്സിലറി കിടക്കുന്നുണ്ട്. വിൽ എന്തായിരുന്നു? മോഡൽ ഓക്സിലറിയാണ്. മോഡൽ ഓക്സിലറി എന്താണെന്ന് അറിയാത്തവർ മുമ്പത്തെ ഓക്സിലറി വേർബിൻ്റെ ക്ലാസ്സിലേക്ക് പോവുക. സോ ദേ വിൽ ബി, അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിലറി വേർബ്. അപ്പോൾ നമ്മൾ അത് എഴുതണം അല്ലേ? ഫസ്റ്റ് തന്നെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ദേ ആണ് നമ്മുടെ സബ്ജക്റ്റ്. അതിനുശേഷം നമ്മുടെ ഓക്സിലറി വേർബ് എഴുതുക. ദേ വിൽ. അതിനുശേഷം എന്താണ്? വില്ലിൻ്റെ കൂടെ, അതായത് ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായി. ദേ വിൽ നോട്ട് ബി റൈറ്റിംഗ്. ദേ വിൽ നോട്ട് ബി റൈറ്റിംഗ് ദെയർ എക്സാം. സിമ്പിൾ അല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇടുക. ദേ വിൽ നോട്ട് ബി റൈറ്റിംഗ് ദെയർ എക്സാം. ഓക്സിലറി വേർബിൻ്റെ കൂടെ
നോട്ട് ചേർത്തു. വിൽ നോട്ട് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് എന്ത് എഴുതാം? വോണ്ട്. VON അപ്പോസ്ട്രോഫി. ഈ ചിഹ്നത്തിന് അപ്പോസ്ട്രോഫി എന്ന് പറയാം. അപ്പോസ്ട്രോഫി ടി ഇട്ട് കഴിഞ്ഞാൽ വിൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് വിൽ നോട്ട് എന്നും എഴുതാം, വോണ്ട് എന്നും എഴുതാം. സോ ദേ വോണ്ട് ബി റൈറ്റിംഗ് ദെയർ എക്സാമിനേഷൻ, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി റൈറ്റിംഗ് ദെയർ എക്സാമിനേഷൻ എന്ന് എഴുതാം. ഓക്കെ, എളുപ്പമല്ലേ? ഓക്സിലറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. കാരണം ഇത്രയും നമ്മൾ എക്സാമ്പിൾ ചെയ്തതാണ്, നമ്മൾ ഓൾറെഡി 5 ടെൻസിൻ്റെ ചെയ്തതാണ്. ഇതിൽ സംശയം ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ നെഗറ്റീവായി. അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി ഇത് ഉപയോഗിച്ച് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി വെർബ് അല്ലേ? സബ്ജക്റ്റിനെയും അതേപോലെ തന്നെ ഓക്സിലറി വെർബിനെയും ഇൻവേർട്ട് ചെയ്യുക. അതെടുത്ത് ഇങ്ങോട്ട് ഇടുക, ഇതെടുത്ത് ഇങ്ങോട്ട് ഇടുക, അത്രേ ഉള്ളൂ. അപ്പം ദേയുടെ സ്ഥാനത്ത് എന്ത് വരും? വില്ല് വരും അല്ലേ? വിൽ. ഓക്സിലറി വെർബിൻ്റെ സ്ഥാനത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയല്ലേ, അപ്പോൾ ദേ വരും ഇവിടെ. സോ വിൽ ദേ ബി റൈറ്റിംഗ് ദെയർ എക്സാം. എന്നിട്ട് എന്താക്കണം? അവസാനം ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതുകൊണ്ട് അവസാനം എന്തിടണം? ചോദ്യചിഹ്നം ഇട്ട് കൊടുക്കണം. സോ വിൽ ദേ ബി റൈറ്റിംഗ്, അവർ അവരുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ? ചോദ്യമാണ്. ഫ്യൂച്ചറിൽ അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. വിൽ ദേ ബി റൈറ്റിംഗ് ദെയർ എക്സാം, അവർ അവരുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? അവർ അവരുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിനെ നെഗറ്റീവ് ആക്കിയപ്പോൾ എന്തായി? അവർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല എന്നായി. ദേ വിൽ നോട്ട് ബി റൈറ്റിംഗ് ദെയർ എക്സാമിനേഷൻ ആയി. അവർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ എന്ന് ചോദ്യമായി ചോദിച്ചപ്പോൾ വിൽ ദേ ബി റൈറ്റിംഗ് ദെയർ എക്സാമിനേഷൻ ആയി. എളുപ്പമല്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനും അതിനെ നെഗറ്റീവ് ആക്കാനും ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഒരു ചോദ്യം ചോദിക്കാനും നിങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ്? വിൽ ഹി ബി സ്റ്റഡിങ്, പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? ഓക്കെ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം ഇംഗ്ലീഷിലെ വളരെ എളുപ്പത്തിൽ ഓരോ വാക്യങ്ങളും എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്ന് നമ്മൾ പടിപടിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറക്കരുത്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് 3 എണ്ണമായി. ഒരു എക്സാമ്പിളൂടെ ചെയ്ത് നോക്കിയാലോ? ഇതേ പരിപാടി, നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, രാധ will be studying English. രാധ വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് നെഗറ്റീവ് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേതാ ടെൻസ് എന്ന് നോക്കുക. അപ്പോൾ ആദ്യം ഒരു സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ഒരു വില്ലുണ്ട്, പിന്നെ ഒരു ബി ഉണ്ട്, ഒരു ING ഉണ്ട്. അപ്പോൾ ഏതാ സാധനം? ഫ്യൂച്ചർ കണ്ടിന്യൂസാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെ നെഗറ്റീവ് ഉണ്ടാക്കണം. നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ അപ്പം നിങ്ങൾ ഓർക്കണം, സാറ് പറഞ്ഞിട്ട് എന്താണ്? നെഗറ്റീവ് ഉണ്ടാക്കണമെങ്കിൽ ഓക്സിലറിൻ്റെ കൂടെ നോട്ട് ചേർക്കണം. ഓക്സിലറി കണ്ടുപിടിച്ചു, വില്ലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നോട്ട് ചേർക്കണം. ആദ്യം സബ്ജക്റ്റ് എഴുതി രാധയാണല്ലോ സബ്ജക്റ്റ്. വില്ലെടുത്തു. വില്ലിൻ്റെ കൂടെ എന്ത് ചേർത്തു? നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവായി. വിൽ നോട്ട് ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്. രാധ വിൽ നോട്ട് ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്. രാധ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ എന്ന് ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കണമെങ്കിൽ അപ്പോൾ അറിയിക്കണം. ചോദ്യമാണ് വേണമെങ്കിൽ നമുക്ക് എന്താക്കണം? ഇൻവേർഷൻ ഓഫ് ഓക്സിലറി വെർബ് ആൻഡ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എടുത്ത് ഇങ്ങോട്ട് ഇടുക, ഓക്സിലറി വെർബ് എടുത്ത് ഇങ്ങോട്ട് ഇടുക. അപ്പോൾ എങ്ങനെ തുടങ്ങും? വില്ലിൽ തുടങ്ങും. വിൽ രാധ ബി സ്റ്റഡിങ്. ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. കറക്റ്റ് അല്ലേ? രാധ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പരിപാടി കഴിഞ്ഞു. എളുപ്പമല്ലേ? സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ ആണെന്ന് ഓർക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഇതും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ല് കഴിഞ്ഞ് ഷാല് കഴിഞ്ഞ് പ്ലസ് V1 ആയിരുന്നു. പക്ഷേ ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റ് കഴിഞ്ഞ് വില്ല് ഷാല് പ്ലസ് B പ്ലസ് VING, അല്ലെങ്കിൽ വെർബിൻ്റെ 4ാമത്തെ രൂപം, അതിൻ്റെ യഥാർത്ഥ പേര് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, അതായിരുന്നു വേണ്ടത്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പഠിച്ചു. പതിവ് പോലെ ഓക്സിലറിനെ കൂടെ നോട്ട് ഇട്ട് കൊടുത്തത് നെഗറ്റീവായി. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സബ്ജക്റ്റും അതേപോലെ തന്നെ ഓക്സിലറി വെർബ് ഇൻവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനായി.
ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസും പഠിച്ചു. അപ്പോൾ നമ്മൾ എത്ര ടെൻസുകൾ പഠിച്ചു? ഒന്ന് ഓർത്ത് നോക്കിയേ, 6 ടെൻസുകൾ പഠിച്ചു. സിമ്പിൾ എന്ന് പറഞ്ഞതിൽ തുടങ്ങുന്ന 3 ടെൻസുകൾ. ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെ ഓർക്കേണ്ടത്? പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇതാണല്ലോ 3 ടെൻസ്. ഈ 3 എണ്ണത്തിൻ്റെ കൂടെ സിമ്പിൾ എന്ന് ചേർത്താൽ 3 എണ്ണം കിട്ടി. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പിന്നെ രണ്ടാമത് ചേർക്കേണ്ട വാക്ക് ഏതായിരുന്നു? കണ്ടിന്യൂസ് ആയിരുന്നു അല്ലേ? അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി, പാസ്റ്റ് കണ്ടിന്യൂസ് ആയി, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയി. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസോട് കൂടി നമ്മൾ 6ാമത്തെ ടെൻസും അവസാനിച്ചു. അപ്പോൾ നമ്മൾ 6 ടെൻസ് പഠിച്ചു. ഇനി 6 ടെൻസും കൂടിയേ ബാക്കിയുള്ളൂ. ഇതും കൂടെ നമ്മൾ അധികം വൈകാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പം എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഹോംവർക്കുകൾ ഉണ്ടെങ്കിൽ ഹോംവർക്കുകൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ഒരു 10 ചോദ്യങ്ങൾ തരാം. ഒരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ ഒരു 10 ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ചോദ്യങ്ങൾ തരാം. അതിനെ നിങ്ങൾ നെഗറ്റീവ് ആക്കാനും അതേപോലെ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ആക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും. നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് ചെന്നാൽ മതി, അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ടെൻസ് ഏതായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ സിമ്പിൾ കഴിഞ്ഞു, കണ്ടിന്യൂസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഇതൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? പെർഫെക്റ്റ്. അപ്പോൾ എന്താ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് വേണം, പാസ്റ്റ് പെർഫെക്റ്റ് വേണം, അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് വേണം. ഈ 3 എണ്ണം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പം അതുവരേക്കും ബൈ. നന്നായിട്ട് പഠിക്കുക, തറോ ആക്കിയ ടെൻസസ്. അപ്പം ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.